സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ശനിയാഴ്ച ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന സംവാദം, അമേരിക്കൻ പ്രസിഡന്റും യുക്രൈനിയൻ പ്രസിഡന്റും തമ്മിൽ നടന്ന സംവാദം, മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച്, ലോകത്തിൻ്റെ മുഴുവൻ മുൻപിൽ വെച്ച് നടന്ന സംവാദം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ലോക ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് അത് ലോകത്തിൻ്റെ മുൻപിൽ ലൈവ് ക്യാമറയിൽ അങ്ങനെ ഒരു സംവാദം നടത്തിയത് തന്നെ. ആ ചർച്ച പരാജയമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും പത്രങ്ങളിൽ അത് വായിച്ചു. ഇന്നലത്തെ പത്രങ്ങളിലെ എല്ലാം ഹെഡിങ് ഈ ചർച്ചയായിരുന്നു. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ പത്രങ്ങളിലെയും പ്രധാന തലക്കെട്ട് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഈ ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ ട്രംപിനോടൊപ്പം വൈസ് പ്രസിഡന്റ് JD വാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ച അലസിപ്പിരിയുക മാത്രമല്ല, അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് അതൊരു കലഹത്തിൻ്റെ രൂപത്തിലേക്ക് എത്തുകയും, കലഹമൊന്നും ആയിരുന്നില്ല, ഒരു തരം ഹീറ്റഡ് ഡിബേറ്റിലേക്ക് എത്തുകയും, നമ്മളുടെ പത്രങ്ങളൊക്കെ അത് അടിച്ചു പിരിഞ്ഞു. സെലൻസ്കിയെ ട്രംപ് വിളിച്ചപമാനിച്ചു, അല്ലെങ്കിൽ സെലൻസ്കി ട്രംപിനെ അവിടെ നിഷ്പ്രഭനാക്കിയിട്ട് തിരിച്ചു പോന്നു. ഇത്തരത്തിലൊക്കെയുള്ള ധാരാളം ഹെഡിങ്ങുകളും ഊഹാപോഹങ്ങളും ഒക്കെ പരത്തുകയുണ്ടായി. വാസ്തവത്തിൽ ഈ മാധ്യമങ്ങളൊക്കെ ആ കോൺവെർസേഷൻ്റെ, ആ ഡിബേറ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗം മാത്രമാണ് ശ്രദ്ധിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ കോൺവെർസേഷൻ എന്തിനു വേണ്ടിയായിരുന്നു, അത് എന്തുകൊണ്ട് അത് ലൈവായിട്ട് കണ്ടക്ട് ചെയ്തു. സാധാരണ രാഷ്ട്രതലവന്മാർ തമ്മിലുള്ള കോൺവെർസേഷൻ ഒരിക്കലും ലൈവായിട്ട് പത്രങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ല നടത്തുക. അത് അവരുടെ ഓഫീസിൽ, അമേരിക്കൻ പ്രസിഡന്റ് ഓവൽ ഓഫീസിൽ വെച്ചിട്ട് ചർച്ചകൾ നടത്തും. അതിനുശേഷം അതിൻ്റെ കൺക്ലൂഷനുമായിട്ട് രണ്ടുപേരും കൂടെ തീരുമാനങ്ങൾ എത്തിയത് രണ്ട് പ്രസിഡന്റുമാരും കൂടെ വന്നിട്ട് പിന്നെ മാധ്യമങ്ങളെ അറിയിക്കും. അതാണ് അതിൻ്റെ സാധാരണ രീതി. ഇത് തീർത്തും അസാധാരണമായിട്ട് പ്രസിഡന്റുമാർ തമ്മിൽ കണ്ടുമുട്ടുന്നത് തന്നെ മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ചിട്ടാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുകയും രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള എക്സ്ചേഞ്ചസ് അതിനിടയിലൂടെ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവസാനം നമ്മൾ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരും, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് നടത്തി എന്നുള്ളത്. വാസ്തവത്തിൽ ഈ ചർച്ചയിലുടനീളം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന യുക്രൈനിയൻ പ്രസിഡന്റിന്റെ തികഞ്ഞ അപക്വതയാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയും ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിലുള്ള സമ്പൂർണ്ണ പരാജയവുമാണ് ഈ ചർച്ചയിൽ ഉടനീളം നമ്മൾ തെളിഞ്ഞു കണ്ടത്. അപ്പം അതിൽ ഒരുപക്ഷെ ട്രംപിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഇദ്ദേഹം ഈ രാഷ്ട്രതന്ത്രജ്ഞതയിൽ തീർത്തും പിന്നോക്കക്കാരനാണെന്നും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം തുടങ്ങുന്നത് പോലെയല്ല യുദ്ധം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഇല്ല എന്നുള്ള ഒരു കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്താനും കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഈ കോൺവെർസേഷൻ ക്യാമറയുടെ മുൻപിൽ വെച്ച് നടത്തിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികൾ തന്നെ അവിടെ ഒരു സ്കൂൾ കുട്ടികൾ ധരിക്കുന്നത് പോലത്തെ ഒരു വസ്ത്രവും ധരിച്ച്, ടീനേജേഴ്സിൻ്റെ ടൈപ്പ് ഒരു ഡ്രസ്സും ധരിച്ചാണ് അദ്ദേഹം ഈ ഇന്റർനാഷണൽ കോൺവെർസേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി, ലോകത്തിന് മുഴുവൻ മുൻപിൽ വരുന്ന ഒരു കോൺവെർസേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സിങ് സ്റ്റൈല് തന്നെ അദ്ദേഹത്തിൻ്റെ അപക്വത സൂചിപ്പിക്കുന്നതാണ്. കാരണം അദ്ദേഹം ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു രാഷ്ട്രത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളിലോ ഡ്രസ്സിങ് പാറ്റേൺസിലോ ഒരു തരത്തിലും അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്തിരുന്നില്ല. കോൺവെർസേഷന് നല്ലൊരു ഭാഗം അദ്ദേഹം കൈ കെട്ടിയിരിക്കുകയായിരുന്നു. കൈ കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് മൂഡാണ്. അതൊരു ഓപ്പൺ കോൺവെർസേഷനിൽ ഒരിക്കലും ഒരാൾ സ്വീകരിക്കാൻ പാടുള്ള ഒരു സ്റ്റൈലല്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതേ അല്ല, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്. കാരണം സെലൻസ്കി എന്ന് പറയുന്നത് ലോകം മുഴുവൻ വലിയ സ്നേഹത്തോടെ, വികാരത്തോടെ സ്വീകരിച്ചൊരു വ്യക്തിയാണ്. കാരണം റഷ്യ പോലത്തെ ഒരു രാജ്യത്തോട്, ഒരു തെമ്മാടി രാജ്യമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം, USSR എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ട, ആ കോട്ട പൊളിഞ്ഞ് രക്ഷപ്പെട്ട റിപ്പബ്ലിക്കുകളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് കുഞ്ഞു രാജ്യമായ യുക്രൈൻ. അപ്പോൾ അതിൻ്റെ മിലിറ്ററി പവറുകളും അതിൻ്റെ വ്യോമസേന, അതുപോലെ ന്യൂക്ലിയർ പവർ, ഇത് മുഴുവൻ പിടിച്ചു വെച്ചിട്ടുള്ളത് റഷ്യ എന്ന് പറയുന്ന കോർ രാജ്യമാണ്. ആ രാജ്യം ഈ കുഞ്ഞു രാജ്യത്തിനെ ഒരു പരുന്ത് കോഴിക്കുഞ്ഞിനെ ആക്രമിക്കുന്നത് പോലെ ആക്രമിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ആ സംഭവത്തിൽ ഈ യുക്രൈനിയൻ പ്രസിഡന്റ് വളരെ ധീരതയോടെ, പ്രസിഡന്റ് മാത്രമല്ല ജനം വളരെ ധീരതയോടെ റഷ്യയോട് പൊരുതി നിൽക്കുകയും ആ പൊരുതാൻ വേണ്ടി അവർ കാണിച്ച ആ ധീരത, അതിന് ഈ സെലൻസ്കി എന്ന് പറയുന്ന ഈ പ്രസിഡന്റ് നൽകിയ നേതൃത്വം അത് തീർത്തും ശ്ലാഘനീയമാണ്. അത് ലോകത്തിന് മുൻപിൽ, അതുകൊണ്ട് തന്നെ സെലൻസ്കി ലോകത്തിന് അത്രയും പ്രിയപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് സ്നേഹത്തിന്റെ വിഷയമല്ല, ഇത് പൊളിറ്റിക്സ് ആണ്, രാജ്യതന്ത്രജ്ഞതയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള വിഷയമാണ്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നത്.
അപ്പോൾ അമേരിക്കൻ ഇൻട്രസ്റ്റുകൾ, റഷ്യയെ സംബന്ധിച്ചുള്ള അമേരിക്കൻ ഇൻട്രസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു. അമേരിക്കൻ ഇൻട്രസ്റ്റുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ സെലൻസ്കി നേരെ പോയി ഈ ഡിസ്കഷൻ സീറ്റിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറേ ആവശ്യങ്ങൾ വാരി നിരത്താനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ വാരി നിരത്തുമ്പോൾ അമേരിക്കയുടെ പക്ഷത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതേയില്ല. അമേരിക്ക അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ സഹായിക്കണം, യു ആർ ബൗണ്ട് ടു ഹെൽപ്പ്, നിങ്ങൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരു നിലയിലാണ് അദ്ദേഹം ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ട്രംപ് വളരെ ഈസി ആയിട്ടാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈവ് ടെലികാസ്റ്റിൽ പൊതുവെ വാൻസിനെ ആദ്യം കാണിക്കുന്നില്ല. ട്രംപിനെയും ഇവർ രണ്ടുപേരും 3 പേര് ഇരിക്കാവുന്ന ഒരു സെറ്റിയിലാണ് ഇവർ രണ്ടുപേരും. സോ ക്ലോസ്, അത്രയും അടുത്തായിരിക്കുന്നത്. പത്രക്കാരും എല്ലാം വളരെ ക്ലോസ് ആയിട്ട്, അധികം പേരില്ല, പത്രക്കാരായിട്ട് ഒരു 10-30 ആളുകളാണ് മാക്സിമം ഉള്ളത്. പിന്നെ വാൻസിന്റെ ഒരു സഹായം സൈഡിലിരിക്കുന്നുണ്ട്. പിന്നെ സെലൻസ്കിയുടെ സൈഡിൽ ദ്വിഭാഷയായിട്ട് ഒരാളിരിക്കുന്നുണ്ട്. സെലൻസ്കി ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട്. കാരണം ഇവരോട് കോൺവെർസേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പൊളൈറ്റ്നെസ് അദ്ദേഹത്തിന് ലാംഗ്വേജിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അത് പിന്നെ ഈ കോൺവെർസേഷനെ, ഈ ഡിസ്കഷനെ വല്ലാതെ ബാധിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇതില് ഇവർ തമ്മിലുള്ള മിനറൽ എക്സ്ചേഞ്ച്, അതുപോലെ ഉക്രൈൻ്റെ നാച്ചുറൽ റിസോഴ്സസിൽ അമേരിക്ക ഒരു ഷെയർ നൽകുക, അതിങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള തീരുമാനം. മിനറൽസിലും റെയർ എർത്ത് മിനറൽസിലും അവരുടെ ഗ്യാസ് ഡെപ്പോസിറ്റ്സിലും പെട്രോളിയം ഡെപ്പോസിറ്റ്സും മൈൻ ചെയ്യാൻ വേണ്ടി അമേരിക്കയെ അനുവദിക്കും. അതിന് 50% യൂറോപ്പും അമേരിക്കയും ഷെയർ ചെയ്യും, ബാക്കി 50% യുക്രൈനിന് കിട്ടും. അത് വാസ്തവത്തിൽ ഉക്രൈനിന് ലാഭകരമായ ഒരു ഡീലാണ്. അപ്പൊ ആ ഡീലിനുള്ള കാര്യങ്ങളെല്ലാം അതൊക്കെ നേരത്തെ തീരുമാനമായിട്ടുണ്ട്. ഇതൊന്നും അവിടെയെല്ലാം ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, ഇതെല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇത് സൈൻ ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ് പിന്നീട് നടക്കാനുള്ളത്. ഇനിയുള്ളത് ഫൈനൽ കോൺവെർസേഷൻ ആണ്. ഇവർ പ്രസിഡന്റുമാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പ്രസിഡന്റുമാരെ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫൈനൽ കോൺവെർസേഷൻ മാത്രം. ബാക്കി ഇവർ തമ്മിലുള്ള ഡീലുകളെല്ലാം റെഡിയാണ്. അതിൽ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് എത്തേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട ഡീല് പീസ് എന്നുള്ളതാണ്, സമാധാനത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ആ ഒരു ഡീല് മാത്രം സംസാരിച്ചിരുന്നില്ല. ആ ഒരു ഡീലാണ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. ഇത് പലതവണ ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഡീലിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ സെലൻസ്കി അവിടെ പോകേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ സെലൻസ്കി അവിടെ പോയപ്പോൾ ആദ്യം മുതലേ അദ്ദേഹത്തിന്റെ കോൺവെർസേഷൻ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നത് പിന്നെ പുട്ടിനെ അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് തീവ്രവാദി, അഗ്രസർ, തമ്മാടി, ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പുട്ടിനെ പറയുന്നത്. പുട്ടിൻ ഇതൊക്കെ ആയിരിക്കും, ഈ പറഞ്ഞ പരിപാടികളെല്ലാം അദ്ദേഹം യുക്രൈൻ്റെ മേലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ കറണ്ട് അമേരിക്കൻ ഇൻട്രസ്റ്റ് എന്താണ്? ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇസ്രായേലിന്റെ പ്രശ്നങ്ങൾ തീരാനുണ്ട്, ഇറാനെ ഒതുക്കാനുണ്ട്, ചൈനയെ ഒതുക്കുക, ഇതൊക്കെ അമേരിക്കയുടെ വലിയ ഇൻട്രസ്റ്റ് ആണ്. അപ്പം ട്രംപ് കോൺവെർസേഷനിടയിൽ പല തവണ പറയുന്നുണ്ട്, ഞാൻ ലോകം മുഴുവൻ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഒരു രാജ്യം മാത്രം കണ്ടുകൊണ്ടല്ല സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇൻട്രസ്റ്റ് ലോകം മുഴുവൻ പരന്നു കിടക്കുന്നുണ്ട്. നിങ്ങളുടെ യുക്രൈൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ അത് പഠിക്കാതെ വന്നുകൊണ്ട് ഉക്രൈൻ്റെ ആ ഒരു വിഷയം മാത്രം എടുത്തിക്കൊണ്ടിടുകയാണ്. അപ്പൊ ഈ ട്രംപ് അവിടെ ഇരിക്കുന്നത് ഒരു നെഗോഷിയേറ്റർ ആയിട്ടും ഇവരുടെ ഇടയിൽ ഒരു ആർബിട്രേറ്റർ ആയിട്ടുമാണ്. അയാൾ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ആർബിട്രേറ്റർ, നെഗോഷിയേറ്റർ, പീസ് മേക്കർ. ഈ 3 വാക്കാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവരുടെ യുദ്ധത്തിലെ ഒരു പങ്കാളി എന്ന നിലയ്ക്കല്ല അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. നേരെ മറിച്ച് സെലൻസ്കി ഇദ്ദേഹത്തെ കാണുന്നത് നാറ്റോ സഖ്യത്തിലെ ഒരു അംഗം, നാറ്റോ ഇവരുടെ യുദ്ധത്തിൽ സഹായിക്കുന്ന ആളാണ്. നാറ്റോ സഖ്യത്തിൽ ഏകദേശം 25% ഹോൾഡ് ചെയ്യുന്ന അമേരിക്ക, ഈ അമേരിക്കയുടെ സഹായത്തോടെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് യുദ്ധം തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായമാണ്. ഒറ്റ ഡിമാൻഡ് ഇദ്ദേഹത്തിനുള്ളൂ, വേറെ യാതൊരു ഡിമാൻഡും ഇല്ല. നേരെ മറിച്ച് ട്രംപിന്റെ ഡിമാൻഡ് എന്താണ്? ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്നതാണ് ട്രംപിന്റെ ഡിമാൻഡ്, ദെൻ പീസ് മേക്കിംഗ്. അപ്പൊ ഈ തുടക്കം മുതൽ തന്നെ ഇവരുടെ കോൺവെർസേഷനിൽ ഈ വലിയ ഡിഫറൻസ്, രണ്ടുപേരും 2 ആംഗിളിലാണ് സംസാരിക്കുന്നത്. സെലൻസ്കിക്ക് വേണ്ടത് യുദ്ധം തുടരാനുള്ള സഹായമാണ്. അദ്ദേഹം ഓരോ പ്രാവശ്യവും അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ വിഷയമാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് ട്രംപ് സംസാരിക്കുന്ന പീസിനെ കുറിച്ചും സീസ് ഫയറിനെ കുറിച്ചും ഒക്കെയാണ്. സെലൻസ്കി പറയുന്നുണ്ട്, ഞങ്ങൾ പലതവണ സീസ് ഫയറിൽ എത്തിയതാണ്, റഷ്യ ചതിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു കോൺവെർസേഷൻ ഒരു പ്രത്യേക സ്റ്റേജിൽ പറഞ്ഞത് 2015 അവർ ഞങ്ങളുടെ രാജ്യത്ത് പ്രവേശിച്ച് ക്രീമിയ തട്ടിയെടുത്തുകൊണ്ട് പോയി. അപ്പൊ ട്രംപ് കണ്ണുരുട്ടി ചോദിക്കുന്നു, 2015 ട്രംപ് അധികാരത്തിലുള്ള വർഷമാണ്. അപ്പൊ പെട്ടെന്ന് അയാൾ തിരിച്ചാലോ 2015 2014, വിച്ച് മീൻസ് ട്രംപ് പറയുന്നത് ട്രംപാണ് അധികാരത്തിലെങ്കിൽ ക്രീമിയ റഷ്യ തൊടുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യം, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഡെമോക്രാറ്റുകളെ ടാർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. അന്ന് 2014 ഒബാമയാണ് ചെയറിലുള്ളത്. അപ്പം ഈ ഡെമോക്രാറ്റുകളുടെ കാലത്താണ് ഈ യുക്രൈനെ അപകടം സംഭവിച്ചിട്ടുള്ളതെന്നും ഡെമോക്രാറ്റുകളാണ് ഈ യുദ്ധം ഒരു തരത്തിലും തീർക്കാതെ നീട്ടിക്കൊണ്ടുപോയതെന്നും വരുത്തി തീർക്കേണ്ടത് ട്രംപിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അത് അദ്ദേഹം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില്
ട്രംപ് പലതവണ അവർക്ക് ചെലവായ പണത്തെക്കുറിച്ച് പറയുന്നത് $35,000 കോടി. 35,000 കോടി രൂപയല്ല, ഡോളറാണ്. ഇത്രയും ഡോളർ ഈ യുദ്ധത്തിലേക്ക് ഇതുവരെ അമേരിക്ക സ്പെൻഡ് ചെയ്തു. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. അപ്പൊ അദ്ദേഹം അത് പറയുന്നുണ്ട്, ഇത് അമേരിക്കൻ ടാക്സ് പേയറുടെ പൈസയാണ്. അമേരിക്കക്കാര് അവരുടെ അന്നേപ്പത്തിൽ നിന്ന് പിടിച്ച് ഗവൺമെന്റിന് നൽകുന്ന ടാക്സ്, ആ ടാക്സിൽ നിന്നാണ് ഈ പണം ചെലവാക്കിയിട്ടുള്ളത് എന്ന് ഇദ്ദേഹം പലതവണ സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ പത്രങ്ങളൊക്കെ അത് പറഞ്ഞ് ഭയങ്കര മോശമായി പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവർ ചെലവാക്കിയ പൈസയെ കുറിച്ച് അവരല്ലാതെ പിന്നെ ആര് പറയും? ഇതെന്താ മരത്തെ കായ്ക്കുന്ന സാധനം വല്ലതാണ്? ഇത് ടാക്സ് പേരുടെ നിന്ന് വാങ്ങിയെടുക്കുന്ന സാധനമാണ്. അവർ സ്പെൻഡ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് അവർ കണക്ക് പറയും. അപ്പം അവർ അതിന്റെ കണക്ക് പറയുന്നു. അപ്പൊ ട്രംപ് പറയും, ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, പണം കൊണ്ട് സഹായിച്ചിട്ടുണ്ട്, ലോകത്തിൽ ഒരിടത്തും കിട്ടാത്ത എക്യുപ്മെന്റ്സ് കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പണത്തിന്റെ എക്യുപ്മെന്റ്സ് ലോകത്തിൽ ഒരിടത്തും കിട്ടുന്ന സാധനങ്ങളല്ല. ഈ എക്യുപ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഈ നിങ്ങൾ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് പലതവണ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നേരെ മറിച്ച് ഇദ്ദേഹം ഇത് ബാധ്യത മൂലം നിങ്ങൾ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്ന നിലയിലാണ് സെലൻസ്കി സംസാരിക്കുന്നത്. നേരെ മറിച്ച് ട്രംപ് പറയുന്നത് ഇത് സഹായമാണ് എന്ന മര്യാദ. സോ അതും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് വീക്ഷണങ്ങളാണ്. ഒന്ന്, ഇത് നിങ്ങൾ സഹായിക്കണം, അത് നിങ്ങളുടെ ബാധ്യതയാണ് എന്ന മട്ടിലാണ് സെലൻസ്കിയുടെ സംസാരം. നേരെ മറിച്ച് ട്രംപിന്റെ സംസാരം ഇത് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചതാണ് എന്ന നിലയിലാണ്. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്കും ഇദ്ദേഹം പലതവണ ഈ യുദ്ധം സീസ്ഫയറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സെലൻസ്കി പറഞ്ഞു, ഇത് പുടിൻ തുടങ്ങിയതാണ്, അയാൾ തന്നെ അവസാനിപ്പിക്കണം, അയാൾ തന്നെ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് പോകണം. അപ്പൊ ട്രംപ് പറഞ്ഞു, അങ്ങനെ ഒരു സീസ്ഫയർ ഇല്ല, സീസ്ഫയർ ഒരാൾ തന്നെയല്ല നടത്തുക, സീസ്ഫയർ നടത്തുന്നത് രണ്ടുപേരോട് കൂടിയിട്ടാണ്. ആൻഡ് അഗെയിൻ അദ്ദേഹം ഉപയോഗിച്ചു, വി ആർ ആർബിട്രേറ്റേഴ്സ്, ഞങ്ങൾ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞു, അമേരിക്കയും യൂറോപ്പും സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിച്ചത്. പ്രധാനമായിട്ടും അമേരിക്കയാണ് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്, യൂറോപ്പും അതുപോലെ തന്നെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ഈ യൂറോപ്പ് എന്ന് പറയുന്ന ആ ഒരു യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തിൽപ്പെടുന്ന ആളല്ല. ഇദ്ദേഹം USSR എന്ന് പറയുന്ന വലിയ രാജ്യത്തിന്റെ ഭാഗമാണ്. 1991 USSR പൊളിയുന്നതും ഈ റിപ്പബ്ലിക്കുകളൊക്കെ ഫ്രീ ആവുന്നതും. അതിനുശേഷമാണ് യൂറോപ്പും ഈ യുക്രൈനുമായിട്ടുള്ള ബന്ധങ്ങൾ പതിയെ പതിയെ തുടങ്ങി വരുന്നതും. അങ്ങനെ റഷ്യ ഇവരിലേക്ക് കടന്നു വരുന്നതും. ഈ റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വാതിലാണ് ഉക്രൈൻ. അതാണ് യുക്രൈന്റെ പ്രാധാന്യം. ആ വാതിൽ ഒരു നാറ്റോ രാജ്യമാകുമ്പോൾ ആ വാതിലിലൂടെ റഷ്യയിലേക്ക് യൂറോപ്പ് പ്രവേശിക്കുമോ, നാറ്റോ പ്രവേശിക്കുമോ എന്ന ഭയമാണ് പുടിനെ ഭരിക്കുന്നത്. നേരെ മറിച്ച് യുക്രൈൻ നാറ്റോയുടെ സഖ്യം അല്ലെങ്കിൽ യുക്രൈനിലൂടെ റഷ്യ കടന്ന് യൂറോപ്പിനെ ആക്രമിക്കുമോ എന്നുള്ളതാണ് യൂറോപ്യന്മാരുടെ ഭയം. അപ്പൊ യൂറോപ്യന്മാർക്ക് അവരുടെ ഭയമുണ്ട്, റഷ്യക്ക് അവരുടെ ഭയമുണ്ട്. ഇടയിൽ കിടക്കുന്ന രാജ്യമാണ് ഈ യുക്രൈൻ. അപ്പൊ യൂറോപ്യന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് യുക്രൈനെ സഹായിക്കുന്നത്, അല്ലാതെ യൂറോപ്യന്മാർക്ക് ഈ യുക്രൈനോട് വരാത്ത സ്നേഹമുള്ളതുകൊണ്ടല്ല. ഇതൊക്കെ സ്ട്രാറ്റജിക് റിലേഷൻസ് ആണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ സ്ട്രാറ്റജിക് റിലേഷൻസ് ആണ്, അത് ഫ്രണ്ട്ഷിപ്പ് അല്ല. അതിനകത്ത് എന്താണ് ലാഭം, ഓരോ രാജ്യവും എന്താണ് ലാഭം എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇതിനകത്ത് എല്ലാ പ്ലെയേഴ്സും നിൽക്കുന്നത്. അപ്പൊ ഇതിലെ യൂറോപ്പ്, അമേരിക്ക നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചുള്ള ചോദ്യം, ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ലാഭം? അപ്പൊ അതില് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വന്നപ്പോൾ ട്രംപ് വളരെ ബാലൻസ്ഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ പത്രക്കാർ ചൊറിയുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു എന്ന് ഉള്ള ഒരു ചോദ്യം പത്രക്കാരുടെ ഇടയിൽ വന്നു. അപ്പം അത് ചൊറിയാൻ വേണ്ടി, മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടി ചോദിച്ചതാണ്. കാരണം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ കഴിഞ്ഞ പ്രസിഡന്റ് ഇലക്ഷനിൽ സെലൻസ്കി ഈ യുക്രൈൻ ഡെമോക്രാറ്റ്സിന് വേണ്ടി ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ പോയിട്ട് ഡെമോക്രാറ്റ്സിന് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്തി എന്നുള്ളതാണ് ഈ സെലൻസ്കിയുമായി ട്രംപിനുള്ള പ്രധാനപ്പെട്ട വിഷയം. ഒരു പെൻസിൽവാനിയ സ്റ്റേറ്റിൽ കമല ഹാരിസിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് സെലൻസ്കി എത്തിയിരുന്നു. വാസ്തവത്തിൽ എന്തൊരു അപക്വതയാണ് ആ മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് പറഞ്ഞാൽ, അമേരിക്ക സഹായിച്ചിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യം അമേരിക്കൻ ഇലക്ഷനിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വരിക. അന്ന് ഡെമോക്രാറ്റ്സ് ജോ ബൈഡനാണ് ഭരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ജോ ബൈഡന്റെ ഭരണം തുടർന്ന് കിട്ടുകയാണെങ്കിൽ ഈ സഹായം ഇതുപോലെ അങ്ങോട്ട് കിട്ടുമല്ലോ എന്നാണ് പുള്ളി വിചാരിച്ചത്. നേരെ മറിച്ച് ട്രംപ് ആണെങ്കിലോ എന്ത് സംഭവിക്കുന്ന ആലോചിക്കാനൊരു ബുദ്ധി അദ്ദേഹത്തിനില്ലാതെ. ഇത് ഇലക്ഷനാണ്, ആര് വേണം ജയിക്കാം. അപ്പൊ ഇദ്ദേഹം അവിടെ പോയിട്ട് ഒരു കക്ഷിയുടെ ഭാഗം പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ കക്ഷിയാണ് ജയിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഈ മനുഷ്യൻ കാണിച്ചില്ല എന്നുള്ളത് തന്നെ ഇദ്ദേഹത്തിന്റെ എക്സ്ട്രീം ഡിപ്ലോമാറ്റിക് ഫെയിലിയറാണ്. ഇദ്ദേഹം ഒരു രാജ്യ നേതാവായിരിക്കാൻ യാതൊരു തരത്തിലും യോഗ്യനല്ല. ഓക്കെ, നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. മോഡിയും അമേരിക്ക പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മോഡിയും സെലൻസ്കിയും ഒരേപോലത്തെ ആളുകളല്ല. മാത്രമല്ല, മോഡി അവിടെ പോയിട്ട് ട്രംപിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. മോഡി ഹൗഡി മോഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പോയിട്ട് മോഡി പ്രസംഗിക്കുകയും
പ്രസംഗിച്ചു കഴിഞ്ഞ് മോഡി ഹിന്ദിയിലെ വോട്ട് ഫോർ, ഇംഗ്ലീഷ് അല്ല ഉപയോഗിച്ച വാക്ക് ഹിന്ദിയാണ്, വോട്ട് ഫോർ എന്ന് മാത്രമേ മോഡി പറഞ്ഞിട്ടുള്ളൂ. ജനമാണ് പറഞ്ഞത് വോട്ട് ഫോർ എന്ന് മോഡി പറഞ്ഞപ്പോൾ ട്രംപ് എന്നുള്ള ജനം പറഞ്ഞതാണ്, ഡെമോക്രാറ്റ്സ് അല്ല പറഞ്ഞത്. ഈ മനുഷ്യൻ അവിടെ പോയിട്ട് കമല ഹാരിസിന് വേണ്ടി പെൻസിൽവാനിയ സ്റ്റേറ്റിൽ ത്രൂ ഔട്ട് ഇദ്ദേഹം പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ട്രംപും വാലൻസിൽ ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന JDS സംസാരിക്കുന്നത് നമ്മൾ ഓർക്കണം. അപ്പൊ ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് പത്രക്കാർ ഇവരോട് ചോദിക്കുന്ന ചൊറിയുന്ന ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നുവല്ലോ. അപ്പൊ ട്രംപ് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് എ ലവ് മാച്ച്, ഇതൊരു ലവ് മാച്ച് അല്ല, ലവ് മത്സരമല്ല, ഞങ്ങൾ രാഷ്ട്രത്തലവന്മാർ സംസാരിക്കുന്നത്, അതിൽ പെട്ടുകൊടുത്തില്ല. പക്ഷെ പിന്നീട് സെലൻസ്കി പറയുന്നത്, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇല്ലാതെ, ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി കിട്ടാതെ സീസ് ഫയറിലേക്ക് പോകാനാവില്ല. അപ്പൊ സെക്യൂരിറ്റി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നാറ്റോയിലെ അംഗത്താണ്. അദ്ദേഹം നാറ്റോയിലെ അംഗമായി കഴിഞ്ഞാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ വലിയ സൈനിക പിൻബലം അദ്ദേഹത്തിന് കിട്ടുകയും മേലാൽ റഷ്യ അദ്ദേഹത്തെ ആക്രമിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാക്കുകയും ചെയ്യാൻ പറ്റും. ഈ സെക്യൂരിറ്റി ഗ്യാരണ്ടിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ അമേരിക്ക അവിടെ അവരുടെ ഒരു എയർബേസ് സ്ഥാപിക്കണം, അമേരിക്കയുടെ എയർബേസ് സ്ഥാപിക്കണം. അപ്പം അതിന് ട്രംപ് പറഞ്ഞ മറുപടി, നിങ്ങളുമായി ഞങ്ങൾ നാച്ചുറൽ റിസോഴ്സസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനികൾ അവിടെ ഉണ്ടാവും. ഞങ്ങളുടെ കമ്പനികൾ അവിടെ ഉണ്ടാകുമ്പം ആ കമ്പനികളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കൽ ഞങ്ങളുടെ ജോലിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സെക്യൂരിറ്റി അവിടെ ഉറപ്പായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഈ സെലൻസ്കിയുടെ വർത്തമാനത്തിൽ വരുന്നത് വി നീഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള നിലയ്ക്കാണ്. ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രംപ് പറയുന്നത് ഒരു സീസ് ഫയർ എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷനിലൂടെ തീരുമാനിക്കും. ഇറ്റ് ഈസ് എ ലോങ് പ്രൊസീജിയർ. അത് ലോങ് പ്രൊസീജിയറിലൂടെയാണ് ഏത് തരത്തിലാണ് നിങ്ങളുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീരുമാനിക്കേണ്ടത്, ഒരു ലോങ് പ്രൊസീജിയറിലൂടെയാണ്. അപ്പം അദ്ദേഹം പറയുന്നു, ഈ പുടിൻ പലതവണ സീസ് ഫയർ അഗ്രിമെന്റുകൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നു, അദ്ദേഹം സീസ് ഫയർ അഗ്രിമെന്റുകൾ വയലേറ്റ് ചെയ്ത സമയത്ത് ഒന്നുകിൽ ഒബാമയായിരിക്കും കസേരയിലുള്ളത്, അല്ലെങ്കിൽ ജോ ബൈഡൻ ആയിരിക്കും കസേരയിലുള്ളത്. ഇന്ന് കസേരയിലുള്ളത് ഞാനാണ്. ജോ ബൈഡനോ ഒബാമയോ പറഞ്ഞാൽ പുടിൻ കേൾക്കുകയില്ല, പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കും, കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കും. ഇത് ട്രംപോട് ഇത് പറഞ്ഞതാണ്. അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹത്തിന് ഉറപ്പുള്ളതുകൊണ്ട്. അപ്പൊ അത് പറയാനുള്ള ചങ്കൂറ്റം ട്രംപിനുണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അതർ പ്രസിഡന്റ്സ് ഇൻ ട്രംപ്. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത് തീരെ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. തീരെ ചെവിക്കൊള്ളാൻ ആവാതിരുന്ന സമയത്താണ് വൈസ് പ്രസിഡന്റ് ഇതിനകത്ത് ഇടപെടുന്നു, JD വാൻസ് ഇതിൽ ഇടപെടുന്നു. അപ്പോൾ JD വാൻസ് പറയുന്നു, ഇത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് എന്ന ഒരു വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഡിപ്ലോമസി എന്ന് കേട്ടത് സെലൻസ്കി കൈകെട്ടി. അദ്ദേഹം ഡിഫൻസീവ് മൂഡിലേക്ക് പോയി. അത്രയും നേരം അദ്ദേഹം ഓപ്പൺ മൂഡിലായിരുന്നു, കൈയൊക്കെ താത്തിയാണ് വെച്ചിരുന്നത്. പെട്ടെന്ന് അദ്ദേഹം കൈയെടുത്ത് കെട്ടി. സാധാരണ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൺവെർസേഷനിൽ കൈ കെട്ടുക എന്ന് പറയുന്നത് ഇനി ഞാനൊന്നും ആക്സെപ്റ്റ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് ഒരു ബോഡി ലാംഗ്വേജ് ആണ്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഡിപ്ലോമാറ്റിക് സെക്ടറിലൊക്കെ മൂവ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല നിശ്ചയമുള്ള കാര്യമാണ്. ഒന്നാമത് ഒരു ടേബിളിന്റെ ഓപ്പോസിറ്റ് അല്ല, വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ബോഡി ലാംഗ്വേജിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വാൻസിനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ഡിപ്ലോമസിയെ കുറിച്ച് സംസാരിക്കുന്നത്? അദ്ദേഹം 2014 മുതൽ ഈ പുടിനോട് അദ്ദേഹത്തിന് വലിയ വൈരാഗ്യമുണ്ട്. ഇതിന് കാരണമുണ്ട്. അപ്പം പുടിനോടുള്ള വൈരാഗ്യം മുഴുവൻ എടുത്തുകൊണ്ട് ഒരു രണ്ട് ആളുകൾ തമ്മിലുള്ള അടിപിടി പോലെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടിപിടിയുടെ ഒരു ലെവലിൽ വളരെ ശക്തമായിട്ട് ഇദ്ദേഹത്തിന്റെ വാദഗതികൾ അവസാനിപ്പിക്കുക. അവസാനം JD വാൻസിനെ അദ്ദേഹം JD എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇന്റർനാഷണൽ കോൺവെർസേഷനിൽ ഒരിക്കലും ഈ അവരുടെ ഇനീഷ്യൽ വെച്ചിട്ടൊന്നും ആരെയും അഡ്രസ് ചെയ്യില്ല. ഒന്ന് മിസ്റ്റർ പ്രസിഡന്റ്, മിസ്റ്റർ വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ മിസ്റ്റർ സെലൻസ്കി, ഇത്തരത്തിലുള്ള ഈ രീതിയിലേ ഇത് സംസാരിക്കുള്ളൂ. അല്ലാതെ ഇദ്ദേഹം JD അവിടെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ. അപ്പൊ അദ്ദേഹം കോൺവെർസേഷന്റെ ഇടയിൽ കയറി ഇടപെടാൻ തുടങ്ങി. ആദ്യം ഇദ്ദേഹം ഈ JD വാൻസ് സംസാരിച്ച സമയത്ത് JD വാൻസ് ആ ഡിപ്ലോമസിയെ കുറിച്ച് പറഞ്ഞ് തീർത്ത സമയത്ത് മേ ഐ സ്പീക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നീട് ഒരു മേ ഐ സ്പീക്ക് ഉണ്ടായിരുന്നില്ല. ട്രംപോ അല്ലെങ്കിൽ വാൻസോ സംസാരിക്കുന്ന ഇടയിലൂടെ കയറി ഇദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ ട്രംപിന്റെ സ്വാഭാവികമായ രീതികളുണ്ട്. അദ്ദേഹം ഭയങ്കര ഹയർ പൊസിഷനിൽ നിന്ന് എപ്പോഴും സംസാരിക്കുള്ളൂ. അദ്ദേഹം പലപ്പോഴും ഈ സെലൻസ്കിയുടെ മേത്ത് കൈവയ്ക്കുകയും സെലൻസ്കിയുടെ നേരെ വിരൽ ചൂണ്ടുകയും ഈ രീതിയിൽ സെലൻസ്കിയുടെ അടുത്തേക്ക് കൈ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് ഇതൊന്നും ഒരു ഡിപ്ലോമാറ്റിക് കോൺവെർസേഷനിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല. പക്ഷെ ട്രംപ് ഒത്തിരി മേലെ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ട്രംപ് അവിടെ പെരുമാറുന്നത്. ഹെഡ് മാസ്റ്റർ രീതിയിലാണ്, കുട്ടിയോട് സംസാരിക്കുന്ന പോലെ, മോനെ നീ അടങ്ങ്, ഞങ്ങൾ സംസാരിക്കാം എന്നുള്ള മട്ടിലാണ് പിന്നീട് ട്രംപ് സംസാരിച്ചത്. അതുവരെ അത് ഈക്വലായിട്ട് പോയതാണ്. ഇദ്ദേഹം വല്ലാതെ കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ട്രംപിന്റെ മൂഡ് മാറ്റി. അദ്ദേഹം സംസാരം പിന്നീട് അധികം സംസാരിച്ചില്ല. വാൻസാണ്
പിന്നെ സംസാരിച്ചത്. അപ്പം അത് ആർഗ്യുമെന്റിലേക്ക് പോയി. അപ്പോൾ ആർഗ്യുമെന്റിലേക്ക് പോയപ്പോൾ വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ വാൻസ് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങളുടെ നാട്ടിൽ പട്ടാളത്തിൽ ചില ആളെ കിട്ടുന്നു, പട്ടാളക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ ആളുകൾ പട്ടാളത്തിലേക്ക് വരണം, ഇപ്പം നിങ്ങൾ കോൺസ്ക്രിപ്ഷൻ ഉണ്ടോ, പുതിയ ആളുകൾ പട്ടാളത്തിലേക്ക് വരുന്നുണ്ടോ? അതിന് മറുപടി പറയാൻ സെലൻസ്കി തയ്യാറായില്ല. അപ്പം ട്രംപ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ കാർഡ്സ് ഒന്നുമില്ല, നിങ്ങൾ തോറ്റോണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. യുദ്ധത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അമേരിക്കൻ ആയുധങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ 2 ആഴ്ച ഈ യുദ്ധം പിടിച്ചു നിൽക്കുകയില്ലായിരുന്നു. അത് പറഞ്ഞ ഉടനെ ഇത് റിട്ടോർട്ട് ചെയ്തത് ഇത് പുടിൻ പറയുന്ന ഭാഷയാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുടിനും ട്രംപും ഒരേപോലെയാണ് എന്ന് പറഞ്ഞ് ട്രംപിനെ ഒന്നുകൂടെ മൂപ്പിക്കാനാണ് അദ്ദേഹം അവിടെ സമയം കണ്ടെത്തിയത്. ഇത് പുടിൻ പറയുന്ന ഭാഷയാണ് എന്ന് അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വാൻസ് ചോദിച്ചു, നിങ്ങൾ പെൻസിൽവാനിയയിൽ വന്ന് ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം സെലൻസ്കി പറഞ്ഞത് കുറെ ഒച്ചത്തിൽ യുദ്ധം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നം തീരുമോ എന്നാണ് ചോദിച്ചത്. അപ്പം ട്രംപ് ഇദ്ദേഹത്തിന് മേത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഇത് ഒച്ചത്തിൽ സംസാരിക്കുന്ന വിഷയമല്ല, നിങ്ങളുടെ കയ്യിൽ ദർ ഈസ് നോ കാർഡ്സ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ട്രംപ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള ഒരു കോപ്പും നിങ്ങളുടെ കയ്യിലില്ല. യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കോൺസ്ക്രിപ്ഷൻ ഇല്ല, നിങ്ങളുടെ അങ്ങോട്ട് പട്ടാള ചേരാൻ ആളുകളില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ യുദ്ധത്തിൽ നിന്നും അടുത്തു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് നിങ്ങൾ യുദ്ധം നിർത്തുക മാത്രമേ നിങ്ങൾക്കുള്ളൂ, സീസ് ഫയർ. ഞങ്ങൾ ഈ പ്രശ്നം തീർക്കാനാണ് ശ്രമിക്കുന്നത്, നിങ്ങളിത് പൊളിക്കാൻ ശ്രമിക്കരുത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഞങ്ങൾ തീർക്കാനാണ് ശ്രമിക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം എത്രയും അതിൻ്റെ ആ കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഇത് ഒബാമയോ അല്ലെങ്കിൽ ബൈഡനോ അല്ല, ദിസ് ഈസ് ട്രംപ് പറഞ്ഞതുപോലെ ചെയ്യും എന്ന് അദ്ദേഹം അവിടെയാണ് ഉറപ്പിച്ച് പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് പെട്ടെന്ന് പിന്നീട് ഇയാൾ ഇതുപോലെ എന്താ പറയുക, മറുപടികളല്ല പറയുന്നത്, തർക്കങ്ങളാണ് പറയുന്നത്. വി ഹാവ് ടോക്ക് ഇനഫ്, നമ്മൾ ആവശ്യത്തിന് സംസാരിച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്ന് ട്രംപ് പറയുകയും ആ കോൺവെർസേഷനോട് അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിനകത്ത് രണ്ടുപേരുടെ ആവശ്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. രണ്ടുപേര് 2 ആംഗിളിൽ നിന്നാണ് സംസാരിച്ചത്. ഒരാൾ പീസ് മേക്കിങ്ങിനാണ് ശ്രമിച്ചത്, ഒരു സീസ് ഫയറും പീസ് മേക്കിങ്ങുമാണ് അമേരിക്കയ്ക്ക് ആവശ്യമുള്ളത്. സെലൻസ്കിയെ സംബന്ധിച്ചുള്ളത് യുദ്ധം ശക്തമായി തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഈ ഡിബേറ്റ് നടത്താനുണ്ടായത് ചില പ്രത്യേക ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ടാണ് ട്രംപ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒന്നാമത്തെ സംഗതി, സെലൻസ്കി ഈസ് നോട്ട് ഫോർ എൻഡിങ് ദ വാർ. ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് സെലൻസ്കിയുടെ താല്പര്യമല്ല എന്നുള്ളത് ലോകത്തെ ബോധ്യപ്പെടുത്തണം, അമേരിക്കയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ഉക്രൈനെ ബോധ്യപ്പെടുത്തണം. 2, അമേരിക്ക ഈ യുദ്ധത്തിൽ $35,000 കോടി ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. യൂറോപ്പ് അല്ല ഇവിടെ സ്പെൻഡ് ചെയ്തത്, അമേരിക്കയാണ് എന്ന് ഇദ്ദേഹത്തിന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. കൂടാതെ അമേരിക്കക്കാരെയും ഇത് ബോധ്യപ്പെടുത്തണം, ഈ പണം നശിപ്പിച്ചത് ഡെമോക്രാറ്റുകളാണ് എന്ന് ഇദ്ദേഹത്തിന് അമേരിക്കക്കാരോട് പറയാനുണ്ട്. 3, ഡെമോക്രാറ്റ്സ് നെവർ ട്രൈ ടു സ്റ്റോപ്പ് ദ വാർ. ഈ വാർ എപ്പോഴെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല. ഈ പണം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. രാജ്യത്തെ ടാക്സ് പേയേഴ്സിന്റെ പണം ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു വെക്കേണ്ടിയിരുന്നു. 4, ഈ യുദ്ധം തുടർന്നതുകൊണ്ട് ഉക്രൈന് യാതൊരു നേട്ടവും കിട്ടാനില്ല എന്നും യുക്രൈനിലെ ജനങ്ങൾ ഈ യുദ്ധത്തോട് മടുത്തു തുടങ്ങിയെന്നും അതുകൊണ്ടാണ് പട്ടാളത്തിൽ ചേരാൻ ആളെ കിട്ടാത്തതെന്നും ലോകത്തിലുള്ള മനുഷ്യരെ ഇദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. 4, അമേരിക്ക ഈസ് നോട്ട് ഇൻ എ ഹേസ്റ്റ് ടു ഗെറ്റ് യുക്രൈൻസ് നാച്ചുറൽ റിസോഴ്സസ്. ഈ 50 ലക്ഷം കോടി വിലയുള്ള യുക്രൈനിലെ നാച്ചുറൽ റിസോഴ്സുകൾ അമേരിക്ക പിടിച്ചു പറിക്കുന്നു എന്ന മട്ടിൽ ഇടതുപക്ഷ പത്രങ്ങളും വർഗീയ തീവ്രവാദിയുടെ മീഡിയയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ നടത്തിയത്. അപ്പോൾ ആ പ്രൊപ്പഗാൻഡയിൽ അമേരിക്കയ്ക്ക് ഈ സാധനം ഒന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇദ്ദേഹം ഈ ഒപ്പിടാൻ കൊണ്ടുവന്ന പേപ്പറിലൊക്കെ ചാടിക്കറി ഒപ്പിട്ടിട്ട് അവരുടെ ഇടുന്നത് പിടിച്ചു പറിക്കാൻ ഞങ്ങൾ നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയും വേണ്ട, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് ഇതിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ലോകത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം. പ്രത്യേകിച്ചും തീവ്രവാദി മാധ്യമങ്ങളെയും ലെഫ്റ്റ് മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തണം. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന് US-ലെയും ഉക്രൈനിലെയും ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, യുക്രൈനിലെ ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് പ്രസിഡന്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ എൻഡിങ് വാർ. ഈ പ്രസിഡന്റ് ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ യുദ്ധം തീരുകയില്ല എന്ന് ഉക്രൈനിലെ ജനങ്ങളെ ബോധ്യപ്പെടുന്നു. കാരണം ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കളിച്ച ആളാണ് ഇദ്ദേഹം. അപ്പൊ തിരിച്ച് ഒരു പണി ഇലക്ഷൻ അവിടെ അപ്പം യുക്രൈനിൽ ഇപ്പൊ തന്നെ ധാരാളം ആളുകൾ പാർലമെന്റേറിയൻസ് അവരുടെ മെമ്പർ ഓഫ് പാർലമെന്റ്സ് ഇംപീച്ച്മെന്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. പാർലമെന്റ് ഉടൻ വിളിച്ചു കൂട്ടണമെന്നും സെലൻസ്കിയെ ഇംപീച്ച് ചെയ്യണമെന്നുള്ള ആവശ്യം ഉക്രൈനിൽ മെമ്പർ ഓഫ് പാർലമെന്റ്സ് ഉയർത്തി തുടങ്ങിയിരിക്കുന്നു. റഫറൻഡം ഒന്നും നടത്തിയിട്ടില്ല, ഇലക്ഷൻ നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ സപ്പോർട്ടില്ല എന്നാണ് പ്രതിപക്ഷവും ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള റിബൽസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. അങ്ങനെയാണ്. 2, US സിറ്റിസൺസിനോട് അദ്ദേഹത്തിന് പറയാനുള്ളത്, ഞാൻ US സിറ്റിസൺസിന്റെ ഓരോ ടാക്സ് മണി, ഓരോ രൂപയും അല്ലെങ്കിൽ ഓരോ ഡോളറും സേവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, നശിപ്പിച്ചേക്കാനല്ല എന്ന്
US. അതിനുവേണ്ടി മാത്രമാണ് ഇദ്ദേഹം ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണ്ടക്ട് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അലസിപ്പിരിയുമെന്ന് ഇവരെ മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. കാരണം രണ്ട് രീതിയിൽ ഈ കോൺവെർസേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഇത് രണ്ട് ആംഗിളിലാണ് പോകുന്നത്. സെലൻസ്കിക്ക് മനസ്സിലായില്ലെങ്കിലും സെലൻസിയുടെ കൂടെ വന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ 5 മിനിറ്റുകളിൽ തന്നെ അവരുടെ കൂടെ വന്ന ഡിപ്ലോമാറ്റുകൾ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇതിൽ സെലൻസ്കിക്ക് സ്വീകരിക്കാമായിരുന്ന ഏറ്റവും ബെസ്റ്റ് നിലപാട് സൈലൻസ് ആയിരുന്നു. അദ്ദേഹം സംസാരം മിനിമൈസ് ചെയ്യേണ്ടിയിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കരുതായിരുന്നു, ട്രംപിനെ കൊണ്ട് സംസാരിപ്പിക്കരുതായിരുന്നു. ട്രംപിനെ കൊണ്ട് സംസാരിപ്പിച്ച് ട്രംപിനെ ഇദ്ദേഹത്തിന് ട്രാക്കിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇദ്ദേഹം നല്ലൊരു ഡിപ്ലോമാറ്റ് ആണെങ്കിൽ ചെയ്യേണ്ടത്. അദ്ദേഹം അത് ചെയ്തില്ല. ഇത് കഴിഞ്ഞപ്പോൾ നെതന്യാഹു ഒരു സംഗതി ട്വീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബൈഡനുമായി വലിയ വിരോധമുണ്ടായിരുന്നു, ബൈഡനോട് 3 മാസത്തോളം ഞാൻ സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും ബൈഡനെതിരെ വ്യക്തിപരമായ ഒരു പരാമർശവും ഒരു സ്ഥലത്തും ഞാൻ നടത്തിയിട്ടില്ല. സെലൻസ്കി പല സ്ഥലത്തും ട്രംപ് ഇലക്ട് ചെയ്തതിനു മുമ്പ് ട്രംപിനെ ബഫൂൺ എന്ന് വിശേഷിപ്പിച്ചിരുന്നു യൂറോപ്പിലെ പല സ്റ്റേജുകളുടെ മേലെ. വേറൊന്ന്, ഞാൻ മോഡിയുടെ കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം അമേരിക്കയിൽ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഈ ഇലക്ഷനിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഈ വോട്ട് ഫോർ എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ട്രംപ് ആണോ ബൈഡൻ ആണോ ഇന്ത്യക്ക് കൂടുതൽ നല്ലത്? വലിയൊരു ചോദ്യമാണ്, ഒത്തിരി നീട്ടി വളച്ച് ഇദ്ദേഹത്തെ പെടുത്താൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ നെറ്റ് കണ്ടന്റ് ഇതാണ്: ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട പ്രസിഡന്റ് ബൈഡൻ ആണോ ട്രംപ് ആണോ? അപ്പൊ അദ്ദേഹം ആ ചോദ്യത്തിന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, മറുപടി പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ മീഡിയകൾ വിചാരിച്ചത് ഈ മോഡിക്ക് ചോദ്യം മനസ്സിലാവാത്തത് കൊണ്ടാണെന്നാണ് വിചാരിച്ചത്. അവരെ യൂട്യൂബിൽ നിന്ന് ആ ചെറിയൊരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ച ഒരു സാധനം ഇട്ട് എനിക്കും കിട്ടിയായിരുന്നു അങ്ങനത്തെ ഒരു സാധനം. അയാൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടല്ല, അതിന് ഉത്തരം പറഞ്ഞാൽ കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ട്രംപ് ആണ് നല്ല പ്രസിഡന്റെന്നും ബൈഡൻ ആണ് നല്ല പ്രസിഡന്റെന്നും പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആവില്ല ഒരു പബ്ലിക് സ്റ്റേജിൽ. കാരണം ഇന്ന് ട്രംപ്, നാളെ ബൈഡൻ. അപ്പൊ നമുക്ക് എല്ലാവരെയും വേണം. അതുകൊണ്ട് ആരും നല്ലത് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. ബുദ്ധിയുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ നിന്നത്. അപ്പൊ അത് ട്രംപും ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ പൊളിറ്റീഷ്യൻസിൽ ഒരാളെന്ന് ഒരു പേഴ്സണൽ കമന്റിൽ ഏറ്റവും സ്ട്രോങ്ങും ഏറ്റവും ബുദ്ധിമാനുമായിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ കൂട്ടത്തിൽ മോഡി വിടുമെന്ന് ട്രംപ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പേഴ്സണൽ കോൺവെർസേഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സുഹൃത്തുക്കളൊന്നുമില്ല. മോഡി ട്രംപിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നത് മോഡിയും ട്രംപും കൂടെ LKGയിൽ ഒന്നിച്ച് പഠിച്ചതുകൊണ്ടല്ല. അത് രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ബന്ധം മാത്രമാണ്. ഇവർക്ക് പവറല്ല, ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പം അമേരിക്കയെ കൊണ്ട് ഇന്ത്യക്ക് ആവശ്യമുണ്ട്, ഇന്ത്യയെ കൊണ്ട് അമേരിക്ക ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ പരസ്പരം ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നു. ഫ്രണ്ട്ലി കൺട്രീസ് എന്നാണ് അതിനർത്ഥം, ഫ്രണ്ട്ലി പേഴ്സൺസ് എന്നല്ല. അതുകൊണ്ട് അവിടുന്ന് ആരെങ്കിലും കാലിൽ ചങ്ങലക്കിട്ട് ഇന്ത്യയിലോട്ട് അയച്ചാൽ മോഡി ഫ്രണ്ടിനെ അപമാനിക്കുകയാണെന്നൊന്നും ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, വ്യക്തികൾ തമ്മിലുള്ള കാര്യമല്ല. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂയസ് ക്രൈസിസ്. 1956 സൂയസ് ക്രൈസിസ് ഉണ്ടായി. ഈജിപ്ത് 1956 സൂയസ് കനാൽ ദേശസാൽക്കരിച്ചു. അത് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കയ്യിലുണ്ടായിരുന്ന കനാലാണ്. ഒരു പർട്ടിക്കുലർ ഡേയിൽ ഈജിപ്ത് പറഞ്ഞു, ഇനി നിങ്ങൾ ആരും കൊണ്ട് വരണ്ട, ഇത് ഞങ്ങളുടേതാണ്. ഈ ബ്രിട്ടനും ഫ്രാൻസും ഈജിപ്തിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷെ അവിടെ പോയിട്ട് ഈജിപ്തിനോട് ബ്രിട്ടനും ഫ്രാൻസിനും യുദ്ധം ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പം ഇസ്രായേലിനെ കൂടെ കൂട്ടി. അങ്ങനെ ഇസ്രായേലും ഫ്രാൻസും ബ്രിട്ടനും കൂടെ കൂടി യുദ്ധം ചെയ്തത്, പ്രധാനമായിട്ട് യുദ്ധം ചെയ്തത് ഇസ്രായേലാണ്. ബ്രിട്ടനും ഫ്രാൻസും സഹായിക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ യുദ്ധം ചെയ്ത് സൂയസ് കനാൽ ക്രോസ് ചെയ്ത് ഈജിപ്തിൽ കടന്ന് ഈജിപ്തിന്റെ തലസ്ഥാനം പിടിക്കുമെന്നൊരു സ്റ്റേജിൽ അമേരിക്കയോട് തിരിച്ചുപോയി വീട്ടിലിരിക്കാൻ പറഞ്ഞു. അന്ന് ഇസ്രായേലിന്റെ പക്ഷത്തല്ല US നിന്നത് ഈജിപ്തിന്റെ പക്ഷത്താണ്. അങ്ങനെ ആ യുദ്ധം ബലമായിട്ട് ഇടപെട്ട് US നിർത്തുകയും ഇസ്രായേലിനെ അവര് കടന്നു വന്ന ബൗണ്ടറി സൂയസിന് അപ്പുറത്തേക്ക് കടത്തി നിർത്തുകയും, സൂയസിന് ഇപ്പുറത്ത് വരാൻ പാടില്ല, സൂയസിന് അപ്പുറത്ത് നിന്നാൽ കടത്തിവിടുകയും ബ്രിട്ടനോടും ഫ്രാൻസിനോടും യുദ്ധം അവസാനിപ്പിക്കാൻ കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തു. ആ യുദ്ധത്തിന് വലിയ ഇമ്പാക്ട്, കുഞ്ഞു യുദ്ധമായിരുന്നു, പക്ഷെ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഇമ്പാക്ട്, ലോകരാജ്യങ്ങളുടെ ഏറ്റവും തലപ്പത്താണ് എന്ന് ആളുകൾ ധരിച്ചിരുന്ന ബ്രിട്ടൻ അത്രയൊന്നും കരുത്തനല്ലെന്നും അതൊരു സാധാരണ രാജ്യമാണെന്നും ലോകത്തിന് അപ്പോഴാണ് മനസ്സിലായത്. 2, ലോകത്തിലെ ഏറ്റവും വലിയ പവർ അമേരിക്കയാണെന്ന് അന്നാണ് ലോകത്തിന് മനസ്സിലായത്. 3, ഈജിപ്ത് അറേബ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ രാജ്യമായിരുന്നു. അന്ന് അമേരിക്ക വെറുതെ അല്ല കൂടെ നിന്നത്. ഈജിപ്ത് അന്ന് റഷ്യൻ പക്ഷത്തുള്ള രാജ്യമാണ്, റഷ്യയുടെ സ്ട്രോങ്ങസ്റ്റ് അലയാണ്. അങ്ങനെ ഈജിപ്തിനെ സ്വന്തം ഈജിപ്തിന്റെ കൂടെ അമേരിക്ക നിൽക്കുക വഴി ഈജിപ്ത് അമേരിക്കൻ പക്ഷത്ത് ചേർന്നു. അത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഇടിവായിപ്പോയി. അവരുടെ തലപ്പത്തുണ്ടായിരുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പവർ അമേരിക്കൻ പക്ഷത്ത് ചേർന്നതോടെ അറബ് രാജ്യങ്ങളുടെ വേര് പറഞ്ഞു. അങ്ങനെ അറബ് രാജ്യങ്ങളുടെ വേര് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇസ്രായേലിന് യുവന്മാരെ എല്ലാം കയറി അടിക്കാൻ പറ്റുന്നത്.
അപ്പം യു എസിൻ്റെ പോളിസികൾ എന്ന് പറയുന്നത് അത് ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് കണ്ടിട്ടില്ല, അത് വലിയൊരു കാലഘട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന സംഗതികളാണ്. അപ്പോൾ അത്തരം സംഗതികൾ വരുമ്പം ആർക്കെങ്കിലും ചെറുക്ക് പരിക്ക് പറ്റും. അന്ന് വേദനിച്ചത് ബ്രിട്ടനും ഫ്രാൻസിനും ഇസ്രായേലിനുമായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായിട്ട് രാജ്യങ്ങൾക്ക് പിന്നീട് വരാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുക. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി റിലേഷൻസ് അല്ല, അത് പരസ്പരം ആവശ്യമുള്ളത് കൊണ്ടുള്ള റിലേഷൻസാണ്.